ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മടന്തയില, അതായത് ചേമ്പില തോരനാണ്. ചേമ്പിൻ്റെ തളിരിലയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ഇതിനാവശ്യമായ മടന്തയില, അതായത് ചേമ്പിലയാണ്. ഇതിൻ്റെ തളിരില നന്നായി കഴുകിയെടുത്തിരിക്കുന്നതാണ്. ഇതിനെ എങ്ങനെ കെട്ടിവെക്കാമെന്ന് നോക്കാം. അതിനായി ഒരു മടന്തയില എടുത്ത് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇതിൻ്റെ നടുക്കുള്ള ഞരമ്പ് ഭാഗം വരുന്നത് മാറ്റിക്കളയാം. ഇല മാത്രം എടുത്താൽ മതി. ഇനി ഇത് കയ്യിലേക്ക് വെച്ച് ഒന്ന് തെറുത്തെടുത്ത് ഇതുപോലെ ചുറ്റി ഉള്ളിലേക്ക് വെച്ചാൽ മതി. ഇങ്ങനെ ഇതെല്ലാം തയ്യാറാക്കാം. ഇനി ഇതിനാവശ്യമായ 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 15 കാന്താരി മുളക് അല്ലെങ്കിൽ 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചതച്ച് മാറ്റി വെക്കണം. കൂടെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴിപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കെട്ടി റെഡിയാക്കിയ മടന്തയില ചേർക്കാം. കൂടെ തന്നെ 3/4 ഗ്ലാസ് ചൂടുവെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് ചെറു തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ശേഷം മൂടി തുറക്കാം. ഇപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇത്രയും വെള്ളം ബാക്കിയുള്ളപ്പോൾ ഇതിലേക്ക് ചതച്ച തേങ്ങയരപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിളക്കാം. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി നന്നായി പിഴിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് ചെറുതീയിൽ വറ്റിച്ചെടുക്കാം. മടന്തയില കറി വയ്ക്കുമ്പോൾ ചെറിയൊരു എരിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. മാറുന്നതിന് വേണ്ടിയാണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മടന്തയിലയും അരപ്പും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മടന്തയില തോരൻ തയ്യാറായി കഴിഞ്ഞു. പഴയകാല രുചി വൈവിധ്യങ്ങളാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.